പണ്ടത്തെ അവിഹിതങ്ങൾ കവലയിലും ബസ് സ്റ്റോപ്പിലും ജോലി സ്ഥലത്തുമൊക്കെയായിരുന്നു. അവിടെയൊക്കെ നമ്മൾ എത്തിച്ചേരണമായിരുന്നു ഒരവിഹിതം പിടിച്ചോണമെങ്കിൽ. ഇപ്പം നമ്മുടെ കക്കൂസിലിരുന്നാലും അവിഹിതം വന്നു കയറും. എങ്ങനെ വരുമെന്നറിയോ? ഹൈ കൈ തിരിച്ചങ്ങോട്ട് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നു വെച്ചു. അടുത്ത ചോദ്യം വരും. കണ്ടപ്പോൾ ഇഷ്ടമായിപ്പോയി. എന്തൊരു സുന്ദരിയാ, കണ്ടുകൊണ്ടിരിക്കണം പോലുണ്ട്. സുന്ദരി എന്ന് പറഞ്ഞല്ലോ, അയ്യോ എന്നെ സുന്ദരി എന്ന് പറഞ്ഞു, താങ്ക് യു. എന്തിനാ നമ്മുടെ ഇടയിൽ താങ്ക് യു ഒക്കെ? താങ്ക് യു ഒന്നും വേണ്ട. എന്താ ചെയ്യുന്നേ? രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഹസ്ബൻഡും കുട്ടികളൊക്കെ പോയോ? ഒറ്റയ്ക്കായോ? നമുക്കൊരു സമയം സംസാരിച്ചിരുന്നാലോ? എന്താ ചെയ്യുന്നേ? ചോദ്യങ്ങൾ വരിയായിട്ട് വരും. അങ്ങനെ അവിടെ ഒരവിഹിതം സ്റ്റാർട്ടായി. അപ്പം ഇന്നത്തെ അവിഹിതം കൂടുതലും സോഷ്യൽ മീഡിയാസിലാണ് നടക്കുന്നത്. നമുക്കിത് തടയാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഞാൻ അവിഹിതത്തിൽ പോകരുത് എന്ന് ഞാൻ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേറൊരാൾ വന്നില്ലെങ്കിൽ നീ അവിഹിതത്തിലേക്ക് പോ എന്നൊരാൾ നമ്മളോട് പറഞ്ഞാലും നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളുടേതാണ് മനസ്സ്. ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് അപകടം എന്ന് നമ്മൾ വിചാരിച്ചാൽ അവിഹിതം ഉണ്ടാകത്തില്ല. അവിഹിതം വേണം എന്ന് വിചാരിച്ചാൽ നമുക്കുണ്ട്. അപ്പം ഞാനൊക്കെയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ റീലുകൾ എടുത്ത് ചെയ്യാം. എന്തുമാത്രമായി ഈ ആണുങ്ങൾ നമുക്ക് ഇട്ട് തരുന്നതെന്നറിയോ? എന്തുമാത്രം കണ്ടന്റുകളാണെന്നറിയോ വന്ന് പറയാനായിട്ട് നമുക്ക് എടുത്തുണ്ടാക്കി തരുന്നത്. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെയാണ്. ഇപ്പോൾ ഒരാൾ വന്ന് കല്യാണം കഴിച്ച ആളായിരിക്കും അയാൾ തന്നെ വന്ന് നമ്മളോട് പറയും, എന്താ, നമുക്കങ്ങ് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് തരും. അപ്പം നമ്മുടെ ഭർത്താവ് ചിലപ്പോൾ നമ്മളോട് നമുക്ക് അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ടായിരിക്കത്തില്ല. കാരണം അദ്ദേഹത്തിനറിയാം ഇതെൻ്റെ സ്വന്തമാണ്, ഇത് എൻ്റേത് മാത്രമാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കി എൻ്റെ വീട്ടിലുണ്ട്, പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഞാൻ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെതായ ജോലികൾ പോകും. പക്ഷെ കാമുകൻ അങ്ങനല്ല. കാമുകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവരെന്ന് വെച്ചാൽ 1 2 3 4 5 പാത്തി കൂടുതൽ പോകത്തില്ല. അപ്പോഴത്തേനും എടുത്തെറിഞ്ഞിട്ട് ഒറ്റ പോക്ക് പോകും. പുതുമ തേടി പോകും. അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് പെണ്ണുങ്ങൾ ഇപ്പം അതേ രീതിയിലൊക്കെ ആയി. കൂടുതലും ഒന്ന് രുചിച്ച് നോക്കാം, രുചി അത്രയ്ക്ക് ശരിയല്ലെങ്കിൽ എടുത്ത് കളയാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ പല കാര്യങ്ങളും. ഇതിപ്പോൾ ഞാനൊരു അവിഹിതത്തെക്കുറിച്ച് പറയാൻ വന്നതാണ്. എനിക്കല്ല ഇതൊക്കെയാണെന്നാണ് 10 പേര് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുമ്പം ചിലർക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ആണുങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്ന പെണ്ണുങ്ങളുടെ മൈൻഡും പെണ്ണുങ്ങളുടെ അവസ്ഥകളും ഒക്കെ അല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഒന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിരിക്കണം. ഹായ് പറയാനും, ചോറുണ്ടോ, തലവേദന എങ്ങനെയുണ്ട്, പീരീഡിൻ്റെ വേദന പോയോ എന്നൊക്കെ ചോദിച്ച്, അയ്യോ എന്നോട് അത് ചോദിച്ചേ എന്നൊക്കെ വിചാരിച്ച് അതിലേക്ക് അലിഞ്ഞു വീഴരുത്. ഒരു കഥ പറയാനായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല, ഇൻസ്റ്റയിൽ ഒരു ചെക്കൻ പറയുന്നത് കേട്ടതാ. അതൊരു നല്ല കഥയായിരുന്നു. അത് ഒത്തിരി വർഷമായിട്ട് ഇവരിങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് നിങ്ങളൊക്കെ കണ്ടു കാണും. കല്യാണം കഴിച്ചിട്ട് ഇവർ എവിടെ ഒരു ഓഫീസിൻ്റെ കാര്യം പറയാം. അതിൻ്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. അവിടെ ജോലിയാണ്. അപ്പോൾ ആ ഒരു ഓഫീസിലേക്ക് ഒരു ചെക്കൻ വരുന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് 28 വയസ്സുണ്ട്. അപ്പം 29 വയസ്സുണ്ട്. ഈ ചെക്കന് 21 വയസ്സേ ഉള്ളൂ. അവർ രണ്ടും ഭയങ്കര കണക്ഷനായെന്നോ റൂം എടുത്തെന്നോ. അപ്പോൾ ഈ ഭർത്താവിൻ്റെ മാനസികാവസ്ഥ, അവരിങ്ങനെ ജീവനെ പോലെ സ്നേഹിച്ചു. അങ്ങനെയാണ് അവർ കുടുംബത്തിന് വേണ്ടിയും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. ഭാര്യമാർ ഇങ്ങനെ പുതുമ തേടി അങ്ങോട്ട് പോകും. പക്ഷേ ഭാര്യമാർ മാത്രമല്ല, ഭർത്താക്കന്മാരും ഇഷ്ടം പോലുണ്ട്. ഭാര്യ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കുമല്ലേ, വെളിയിലൊക്കെ പോയി ജോലിക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടവളുമാരുടെ കൂടെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അങ്ങനെ ഒരു കഥയുണ്ടാക്കി പറയാനായിട്ട് ആ പറഞ്ഞ കഥ അതുപോലെ പറയാനായിട്ട് ഞാനങ്ങ് മറന്നും പോയി. എന്തൊക്കെയോ ചെക്കനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതൊരു നല്ല ഒരു അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ ഞാൻ അതിനിങ്ങനെ വലിച്ച് ഇഴച്ച് വലിച്ച് കീറി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പറയും. അങ്ങനെ പറയാമെന്ന് വിചാരിച്ച് വന്നതാ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും മറന്നുപോയി. എന്തുവായാലും അവിഹിതമാണ്. അവിഹിതം നമ്മൾ തേടി നമ്മുടെ കക്കൂസിനകത്ത് കയറി വരും. അതുകൊണ്ട് നമ്മൾ കക്കൂസിനകത്തും ജാഗ്രതയായിട്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞാനിങ്ങനെ കിരുന്നാൻ ആവശ്യങ്ങൾ പറയുന്നുണ്ടെന്നൊക്കെ വിചാരിച്ച് പല ആൾക്കാരും. പക്ഷേ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ എനിക്ക് നല്ല കുറച്ച് അഭിപ്രായങ്ങൾ കിട്ടി. ഒരു 2, 3 വീഡിയോസ്. അന്ന് വളരെ സന്തോഷം. ഞാൻ ഇന്ന് വരെയും ആരോടും ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്യുക, സേവ് ചെയ്യുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഫോളോവേഴ്സൊക്കെ ഉള്ളായിരുന്നു. എല്ലാം എനിക്ക് കുഴപ്പമില്ലാതെ നിങ്ങൾ കാണുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുകൊണ്ട് പുതിയ പുതിയ കണ്ടൻറ്റുകളും പുതിയ പുതിയ കാര്യങ്ങളും കൂടുതലൊന്നുമില്ല. നമുക്ക് എൻ്റെ ചെറിയ ചെറിയ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയല്ലേ. എനിക്ക് അത്രയ്ക്കും പഠിപ്പറിവോ ലോക വിവരങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഒരു ചിന്ന ഒരു മൈൻഡിലുള്ള ഒരു ചെറിയ കാര്യങ്ങളാണ് ഞാൻ വന്ന് നിഷ്കളങ്ക ഭാവത്തോടു കൂടി അവതരിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളതിന് നല്ല അഭിപ്രായം പറയുന്നുണ്ടെന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം. പുതിയതായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അവരിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കുറേ സമയം എടുത്ത് നോക്കാനോ ഇതിനകത്തൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പം ചിന്തിക്കാൻ, ഏതെങ്കിലും ഒന്ന് ചിന്തിക്കാൻ, ഏതെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഈ അവിഹിതത്തെക്കുറിച്ചോ ഞാനത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നിർത്താനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. അത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പല പല വീഡിയോസിൽ ഒരുപാട് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബം ഇല്ലാതാവുന്നതല്ലാതെ ഇത് വെച്ച് ഒരു പ്രയോജനവുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചെറിയ കുട്ടിയായാലും അല്ലെങ്കിൽ കല്യാണം കഴിച്ചവനായാലും അവൻ ആഗ്രഹിക്കുന്നത് മുഴുവനും നിങ്ങളുടെ ശരീരമായിരിക്കും. എന്നിട്ട് പറയും എനിക്ക് അങ്ങനത്തുള്ള ചിന്തയൊന്നുമില്ല, എന്നോട് കുറച്ച് സമയം സംസാരിച്ചാൽ മതി, എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കാറില്ല, നിന്നോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്, ഒന്ന് സംസാരിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് സംസാരിക്കും. രാവിലെയും വൈകിട്ടും ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ചോറുണ്ടോ, എഴുന്നേറ്റോ, കുളിച്ചോ എന്നൊക്കെ പലതും ചോദിക്കും. ചോദിച്ച് എന്നെ ബാക്കി അറിയാലോ, ഞാൻ പറയട്ടല്ലോ, ഒന്ന് പോയാലോ എന്ന് ചോദിക്കും. ഒന്ന് ഡാഷ് ചെയ്താലോ എന്ന് ചോദിക്കും. അവിടെ കുറച്ച് 2-3 ദിവസത്തിനകം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പം അവിടാണ് അത് പോയി ഫസ്റ്റ് നമ്മളൊക്കെ വിചാരിക്കും ഇത്രയും നാളായിട്ട് നമ്മളോട് വൃത്തികേടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നല്ല ആളാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളിരിക്കും. പക്ഷെ അങ്ങനൊന്നുമല്ല. എല്ലാവർക്കും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾ ആണുങ്ങളെ പിടിക്കുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് എങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ ഭൂരിപക്ഷം എനിക്ക് ഒത്തിരി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളോട് നല്ല ഒരിത് വെച്ചേക്കുന്നത് കൂടുതലും പണത്തിന് വേണ്ടിയായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ്. പണം കിട്ടും എന്ന് വിചാരിച്ചല്ല ഈ സ്നേഹത്തിനൊക്കെ ഏത് പെണ്ണുങ്ങളാണ് സ്നേഹത്തിനൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. നല്ല കുടുംബത്തിൽ പിറന്ന നല്ല പെണ്ണുങ്ങളൊന്നും സ്വന്തം ഭാര്യയും അല്ല ഭർത്താവിനെയും കുട്ടികളെയും നാട്ടുകാരെയൊക്കെ വിട്ട് സ്നേഹത്തിന് വേണ്ടി വേറൊരുത്തൻ്റെ പിന്നാലെ പോകത്തില്ല. ഇത് ഞാൻ 2-3 വീഡിയോസ് കണ്ടത് കാര്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും. കാരണം എവിടെ തുറന്നു നോക്കിയാലും അവിഹിതം മാത്രമേ കാണാനുള്ളൂ. കല്യാണം കഴിച്ചവരുടെ അവിഹിതം, പിന്നെ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അവൻ്റെ കുണ്ടി കണ്ടോ എന്ന് പറയുന്ന ഡയലോഗുകളും. ഈ അടുത്ത കാലത്താട്ടെ ഞാൻ ഒരു റീല് ഇൻസ്റ്റയിൽ കണ്ടു. കുണ്ടിയെക്കുറിച്ച് മാത്രം പറയുക. അത് അവർ ഒരു പ്രാവശ്യം പറഞ്ഞതായിരിക്കും. ഇവർ ഒരു 5-6 നിർത്താതെ ഇത് തന്നെ ആ കുണ്ടി ഈ കുണ്ടി ആ കുണ്ടി ഈ കുണ്ടി തന്നെ. എനിക്ക് ചില റീലുകൾ കാണാൻ പൊട്ടിച്ചിരിക്കാൻ തോന്നും. അപ്പം ചെറിയ കുട്ടികൾ ആ രീതിയിലേക്ക് പോകുന്നു, വലിയവർ ഈ രീതിയിലേക്ക് പോകുന്നു. ലോകം മാറുമ്പോൾ ലോകത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നൊക്കെ പറയും. പക്ഷേ മാറേണ്ട കാര്യങ്ങൾ മാത്രം മാറ്റുക.